ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. സാബുമോൻ ഇപ്പോൾ ഇരുന്നിട്ട് നമ്മുടെ അനീഷിന്റെ അടുത്തും അതേപോലെ തന്നെ ഷാനവാസ്, ലക്ഷ്മി, അനുമോൾ ഇവരുടെയൊക്കെ അടുത്തിരുന്ന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. സാബു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ടാസ്ക് തരുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് പ്രയോഗിക്കുന്ന കുശാഗ്ര ബുദ്ധിയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ കാണാനായിട്ടാണ് പ്രേക്ഷകരിരിക്കുന്നത്. എങ്ങനെ എത്ര രസകരമായിട്ട് ഈ ടാസ്ക് ചെയ്യുന്നു എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകരിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നഖത്തെ ഒരറ്റം ഇതായി പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രണ്ട് മുടി വീണെന്ന് പറഞ്ഞിട്ടൊക്കെ ടാസ്ക് നശിപ്പിക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്തെന്ന് വെച്ചിട്ടാണ് എടുത്തിരുന്ന് കാണുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവരുടെ അടുത്ത് സാബുമോൻ ചോദിക്കുന്നുണ്ട്. വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എല്ലാ സീസണിലും ഇപ്പൊ സീസൺ 5 വന്നപ്പോഴാണെങ്കിലും കഴിഞ്ഞ വർഷം വന്നപ്പോഴാണെങ്കിലും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ടാസ്ക് എത്ര ഗംഭീരമാക്കി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ടാസ്കിനെ എങ്ങനെ എത്ര രസകരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീസണിൽ ആ രീതിയിൽ നോക്കിയാൽ ഈ സീസണിലുള്ളവര് ആ ഒരു കാര്യത്തിൽ തോൽവികളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു രീതിയിലും ടാസ്കിനെ മനസ്സിലാക്കി ടാസ്കിനെ ക്രിയേറ്റീവായിട്ട് രസകരമായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കാറില്ല. ഇന്ന് ചെയ്ത പോലെയുള്ള ആ ഒരു സംഭവം ഒന്നും ഇത് ഇത്രയും ദിവസമായിട്ട് 10-65 ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ചെയ്ത ആ ഒരു സംഭവം മാറ്റി നിർത്തിയാൽ വേറെ ഒരൊറ്റ സംഭവം പോലും പറയാനില്ലാത്തൊരു സീസണാണ്. പിന്നെ സാബുമോന്റെ കാര്യം പറയാനാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ തുടരും എന്നാണ്. എത്ര ദിവസം ഉണ്ടാവും, എന്തിനു വേണ്ടിയാണ് വന്നത്, ഒരു രീതിയിലുള്ള ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടില്ല ഇതുവരെ. മൂവി പ്രൊമോഷനോ ഒന്നുമല്ല, ചാലഞ്ചറായിട്ട് തന്നെ വന്നതാണെന്നാണ് തോന്നുന്നത്. ക്ലാസ്സിൽ പിള്ളേർ അലമ്പ് കൂടുമ്പോൾ PT സാറിനെ ഇറക്കൂല വടിയുമായിട്ട്, അങ്ങനെ എന്നെ ഇറക്കിയതാണ്. ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നത് ആംബുലൻസിലായിരിക്കും, പക്ഷെ കളി പഠിപ്പിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു പറയുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. നല്ല രീതിയിൽ തന്നെ കളി പഠിപ്പിച്ചിട്ടേ പോകൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.